ഏറ്റവും ചെറിയ ആറ്റം ഏത്? എ ഹൈഡ്രജൻ, ബി ഹീലിയം, സി ഓക്സിജൻ, ഡി കാർബൺ. ഉത്തരം ബി ഹീലിയം. ഏറ്റവും വലിയ ആറ്റം ഏത്? എ ഫ്രാൻസിയം, ബി ഹീലിയം, സി മഗ്നീഷ്യം, ഡി അലുമിനിയം. ഉത്തരം എ ഫ്രാൻസിയം. ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ഏത്? എ ഹൈഡ്രജൻ, ബി ബെറീലിയം, സി ഹീലിയം, ഡി ആർഗൺ. ഉത്തരം ബി ബെറീലിയം. ഏറ്റവും വലിയ ആറ്റമുള്ള അലോഹം ഏത്? എ നൈട്രജൻ, ബി ഓക്സിജൻ, സി കാർബൺ, ഡി റാഡോൺ. ഉത്തരം ഡി റാഡോൺ. ആറ്റം കണ്ടുപിടിച്ചത് ആര്? എ നീൽസ് ബോർ, ബി ജെയിംസ് ചാഡ്വിക്, സി ജോൺ ഡാൾട്ടൺ, ഡി ജെ തോംസൺ. ഉത്തരം സി ജോൺ ഡാൾട്ടൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആര്? എ നീൽസ് ബോർ, ബി ജെയിംസ് ചാഡ്വിക്, സി ജോൺ ഡാൾട്ടൺ, ഡി ജെ തോംസൺ. ഉത്തരം ഡി ജെ തോംസൺ. ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ചത്? എ നീൽസ് ബോർ, ബി ജെയിംസ് ചാഡ്വിക്, സി ജോൺ ഡാൾട്ടൺ, ഡി ജെ തോംസൺ. ഉത്തരം എ നീൽസ് ബോർ. ആറ്റത്തിലെ 3 കണങ്ങൾ. എ പ്രോട്ടോൺ, ബി ന്യൂട്രോൺ, സി ഇലക്ട്രോൺ, ഡി ഇവയെല്ലാം. ഉത്തരം ഡി ഇവയെല്ലാം. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം. പ്രോട്ടോൺ, ന്യൂട്രോൺ, ന്യൂക്ലിയസ്, ഇലക്ട്രോൺ. ഉത്തരം സി ന്യൂക്ലിയസ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആര്? എ ജെയിംസ് ചാഡ്വിക്, ബി ഏണസ്റ്റ് റുദർഫോർഡ്, സി ജോൺ ഡാൾട്ടൺ, ഡി നീൽസ് ബോർ. ഉത്തരം എ ജെയിംസ് ചാഡ്വിക്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആര്? എ ജെയിംസ് ചാഡ്വിക്, ബി ഏണസ്റ്റ് റുദർഫോർഡ്, സി ജോൺ ഡാൾട്ടൺ, ഡി നീൽസ് ബോർ. ഉത്തരം ബി ഏണസ്റ്റ് റുദർഫോർഡ്. ഏറ്റവും ലഘുവായ ആറ്റം ഏത്? എ ഹീലിയം, ബി കോപ്പർ, സി ഹൈഡ്രജൻ, ഡി സോഡിയം. ഉത്തരം സി ഹൈഡ്രജൻ. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങൾ. എ ഐസോഡോപ്പ്, ബി ഐസോബാർ, സി ഐസോട്ടോൺ, ഡി ഐസോമർ. ഉത്തരം ഡി ഐസോമർ. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങൾ. എ ഐസോട്ടോപ്പ്, ബി ഐസോബാർ, സി ഐസോട്ടോൺ, ഡി ഐസോമർ.
ഉത്തരം എ ഐസോഡോപ്പ്. തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പാറ്റേണുകളും ഉള്ള ആറ്റങ്ങൾ. എ ഐസോഡോപ്പ്, ബി ഐസോബാർ, സി ഐസോഡോൺ, ഡി ഐസോമർ. ഉത്തരം സി ഐസോഡോൺ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറും ഉള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ ഏത്? എ ഐസോഡോപ്പ്, ബി ഐസോബാർ, സി ഐസോഡോൺ, സി ഐസോമർ. ഉത്തരം ബി ഐസോബാർ. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആര്? എ ഏണസ്റ്റ് റുദർഫോർഡ്, ബി ജെ തോംസൺ, സി കാൾസ് ആൻഡേഴ്സൺ, ഡി മില്ലിഗൻ. ഉത്തരം എ ഏണസ്റ്റ് റുദർഫോർഡ്. പോസിട്രോൺ കണ്ടുപിടിച്ചത് ആര്? എ ഏണസ്റ്റ് റുദർഫോർഡ്, ബി ജെ തോംസൺ, സി കാൾസ് ആൻഡേഴ്സൺ, ഡി മില്ലിഗൻ. ഉത്തരം സി കാൾ ആൻഡേഴ്സൺ. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് ആര്? എ ഏണസ്റ്റ് റുദർഫോർഡ്, ബി ജെ തോംസൺ, സി കാൾ ആൻഡേഴ്സൺ, ഡി മില്ലിഗൻ. ഉത്തരം എ ഏണസ്റ്റ് റുദർഫോർഡ്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആര്? എ ജെ തോംസൺ, ബി ഹൈസൻബർഗ്, സി ജോൺ ഡാൾട്ടൺ, ഡി മില്ലിഗൻ. ഉത്തരം എ ജെ തോംസൺ. ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? എ ജെ തോംസൺ, ബി ഹൈസൻബർഗ്, സി ജോൺ ഡാൾട്ടൺ, ഡി മില്ലിഗൻ. ഉത്തരം ഡി മില്ലിഗൻ. ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? എ ഇലക്ട്രോൺ, ബി ന്യൂട്രോൺ, സി പ്രോട്ടോൺ, ഡി ഇവയൊന്നുമല്ല. ഉത്തരം എ ഇലക്ട്രോൺ. ഒരു ആറ്റത്തിലെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? എ 2, ബി 8, സി 18, ഡി 32. ഉത്തരം ഡി 32. ഒരു ആറ്റത്തിലെ കെ ഷെല്ലിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? എ 2, ബി 8, സി 18, ഡി 32. ഉത്തരം എ 2. ഒരു ആറ്റത്തിലെ എം ഷെല്ലിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? എ 2, ബി 8, സി 18, ഡി 32. ഉത്തരം സി 18. ഒരു ആറ്റത്തിലെ എൽ ഷെല്ലിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? എ 2, ബി 8, സി 18, ഡി 32. ഉത്തരം ബി 8.
ഒരു ഓർബിറ്റിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? എ 2, ബി 4, സി 8, ഡി 12. ഉത്തരം എ 2. പി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ ഏറ്റവും കൂടിയ എണ്ണം എത്ര? എ 6, ബി 8, സി 12, ഡി 18. ഉത്തരം എ 6. ഓർബിറ്റിൻ്റെ ആകൃതി ഏത്? എ ചതുരം, ബി വൃത്തം, സി ത്രികോണം, ഡി സമചതുരം. ഉത്തരം ബി വൃത്തം. സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത്? എ 90, ബി 30, സി 190, ഡി 168. ഉത്തരം ഡി 168. വലുപ്പത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? എ 1, ബി 4, സി 5, ഡി 8. ഉത്തരം സി 7. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? എ ഗുജറാത്ത്, ബി പഞ്ചാബ്, സി ഹരിയാന, ഡി തമിഴ്നാട്. ഉത്തരം ബി പഞ്ചാബ്. ദക്ഷിണേന്ത്യയിലെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? എ ആന്ധ്രാപ്രദേശ്, ബി തമിഴ്നാട്, സി കേരളം, ഡി കർണാടക. ഉത്തരം എ ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? എ തമിഴ്നാട്, ബി ഹിമാചൽ പ്രദേശ്, സി അരുണാചൽ പ്രദേശ്, ഡി ഗുജറാത്ത്. ഉത്തരം എ തമിഴ്നാട്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? എ തമിഴ്നാട്, ബി ഹിമാചൽ പ്രദേശ്, സി അരുണാചൽ പ്രദേശ്, ഡി ഗുജറാത്ത്. ഉത്തരം ബി ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? എ തമിഴ്നാട്, ബി ഹിമാചൽ പ്രദേശ്, സി അരുണാചൽ പ്രദേശ്, ഡി ഗുജറാത്ത്. ഉത്തരം സി അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? എ തമിഴ്നാട്, ബി ഹിമാചൽ പ്രദേശ്, സി അരുണാചൽ പ്രദേശ്, ഡി ഗുജറാത്ത്. ഉത്തരം ഡി ഗുജറാത്ത്. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? എ ഡൽഹി, ബി സിക്കിം, സി രാജസ്ഥാൻ, ഡി മുംബൈ. ഉത്തരം സി രാജസ്ഥാൻ. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത്? എ മുംബൈ, ബി രാജസ്ഥാൻ, സി ഡൽഹി, ഡി സിക്കിം. ഉത്തരം ഡി സിക്കിം. ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഏത്? എ ഹിമാചൽ പ്രദേശ്, ബി കേരളം, സി ഹരിയാന, ഡി ഗോവ.
ഉത്തരം എ ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? എ യമുന, ബി പെരിയാർ, സി ഗംഗ, ഡി നൽ നദി. ഉത്തരം സി ഗംഗ. ഇന്ത്യയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് സമ്പൂർണ്ണ തിരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ സംസ്ഥാനം ഏത്? എ കേരളം, ബി ഗോവ, സി തമിഴ്നാട്, ഡി ഹരിയാന. ഉത്തരം ബി ഗോവ. ഇന്ത്യയിൽ ആദ്യത്തെ ബാങ്ക് നോട്ട് പുറത്തിറങ്ങിയ വർഷം ഏത്? എ 1947, ബി 1960, സി 1938, ഡി 2005. ഉത്തരം സി 1938. ഇന്ത്യ അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏത്? എ പാകിസ്ഥാൻ, ബി ചൈന, സി ബംഗ്ലാദേശ്, ഡി നേപ്പാൾ. ഉത്തരം ബി ചൈന. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? എ ജമ്മു കാശ്മീർ, ബി ഹരിയാന, സി ഡൽഹി, ഡി ഗോവ. ഉത്തരം എ ജമ്മു കാശ്മീർ. വനവിസ്തൃതി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത്? എ മലപ്പുറം, ബി വയനാട്, സി ഇടുക്കി, ഡി കോട്ടയം. ഉത്തരം സി ഇടുക്കി.